ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി റെസിപ്പി ആട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് പൊട്ടാറ്റോയും അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിൻ്റെ അപ്പുറത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കണും കൂടി കാണും. അതൊന്ന് തൊട്ടതിന് ശേഷം ഓൾ എനേബിൾ ചെയ്യണേ. അപ്പോൾ ഈ റെസിപ്പിയിലെ മെയിൻ ചേരുവ എന്ന് പറയുന്നത് പൊട്ടാറ്റോ തന്നെയാണ്. പൊട്ടാറ്റോ നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, രണ്ടെണ്ണം പുഴുങ്ങിയെടുത്തതാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതെല്ലാം നല്ലോണം ഒന്ന് കൈ കൊണ്ടൊന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ ഇതാക്കണം നല്ലോണം ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ഇടേണ്ട ആവശ്യമില്ല, നമ്മൾ ഇങ്ങനെ തന്നെ കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 2 സവാള എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇതൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു സവാള നല്ലോണം കുഴഞ്ഞു വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാക്കണം നല്ലോണം കുഴഞ്ഞു വന്നിട്ടുണ്ട്. കുഴഞ്ഞു വന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഇട്ടിട്ടാണിത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ചെറിയ ചെറിയ പീസാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാക്കണം നമ്മുടെ ഫില്ലിങ്ങിനുള്ളത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പൊട്ടാറ്റോൻ്റെ ആ മാവ് അത് ഇതുപോലെ നമ്മൾ കൈകൊണ്ട് തന്നെ നല്ല ബോൾ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഇതാക്കുന്ന 6 ബോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതാക്കുന്നത് ചപ്പാത്തി പാറ്റേൺ അയിമൽ വെച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ 2 ബോൾ ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരെണ്ണം അവിടെ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേത്തേക്ക് നമ്മൾ നേരത്തെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പരത്തി വെച്ചല്ലോ, അത് ഇതിൻ്റെ മേത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷം സൈഡൊക്കെ ഒന്ന് പ്രസ്സാക്കിയിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടി നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം. പൊട്ടാറ്റോ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കളറ് മാറും, അതുകൊണ്ടാണ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യാൻ പറഞ്ഞത്. ഒരു ഭാഗം കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് മറ്റേ ഭാഗം ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, കാരണം അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ രാവിലെ ഈ ഒരെണ്ണം തിന്നാൽ മതി നമ്മുടെ വയറ് ഫുള്ളാവാൻ, കാരണം നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചില കുട്ടികളൊക്കെ ഉണ്ടാവും വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾ. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും അവർ വീണ്ടും ഇതൊന്ന് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസ് അയക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാം. നമുക്ക് ഇന്നും കുറച്ച് ട്രൈഡ് പിക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ട്രൈഡ് പിക്സ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഈ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന പിസ്സ ഫ്രൈസ് എൻ്റെ ഫ്രണ്ട് അമ്മ ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കോളിഫ്ലവറിൻ്റെ ഫ്രൈ പൂവിത്ത ട്രൈ ചെയ്തിട്ട് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നല്ല ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മുന്നേ ഒരു ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ടൊമാറ്റോ ചട്നി എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഇതുപോലെ ഫോട്ടോ ഒക്കെ അയച്ചു തരാം കേട്ടോ, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനിയും തുടർച്ചയായിട്ട് എല്ലാവരും നല്ല സപ്പോർട്ട് വേണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കണം കേട്ടോ. കമൻറ്റിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും ബൈ.